ഇവിടെ കിടന്ന് ബഹളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും കുഴപ്പം പറ്റിയ തെരുവുനായ ആയതുകൊണ്ട് നിന്നെ സംരക്ഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നെ സംരക്ഷിക്കാൻ ഒരു പട്ടി ഉണ്ടാവില്ല, അറിയോ? ഇവിടുത്തെ പട്ടി എവിടെ പോയി? എടിയേ, ഇവിടുത്തെ നായനെ വളച്ച് ഞാൻ പുറത്തിറങ്ങണവരെ ഇവിടെ തന്നെ നിർത്തിയേക്കണം കേട്ടോ. അവൻ ചോദിച്ച കുറച്ച് നീ തന്നെ പറഞ്ഞേക്കണേ. വളച്ചോ ലൈനാക്ക്. അവന് വളച്ചോ, എന്നെയല്ല അവനെ വളക്കി 2 കിസ്സ കൊടുത്തൊരു മൂടാക്ക്. വേറെ സദാചാര പട്ടികളൊന്നും വന്നേക്കല്ലേ. അയ്യോ, മതിലിനെ പൊക്കൂല്ലേ. എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഒരു ടൂൾസും കൊണ്ടുപോകാറില്ല. ഈ കഥ ഓർക്കുന്ന ടൂൾസേ വീടിന്റെ പിന്നാമ്പറത്ത് പേ കിട്ടും, അത്രേ ഉള്ളു സംഭവം. ഞാൻ ഡിവൈഎസ്പി ബാബുരാജ്, ഹൗസ് ഓണർ. പൊയ്ക്കോ, നിനക്ക് ഞാൻ ശമ്പളം കൂട്ടി തരാം. ലുലു മാളിൽ കൊണ്ടുപോവാം, എന്ത് വേണേലും വാങ്ങിച്ചു. ആ പോത്ത് അവിടെ കിടന്നുറങ്ങുക, നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഉറങ്ങാനാണോ വന്നത്? ഓ, നിന്റെ ഒരു തമാശ. പോലീസ് അല്ല, കള്ളനാ. വീട്ടുകാരുള്ളപ്പോ അലമാരിയുടെ താക്കോൽ അതിന്റെ പരിസരത്തോ തലേനക്കടിയിലോ ബെഡിനടിയിലോ കാണും, അത് ഉറപ്പാ. വീട്ടുകാരുടെ കിടപ്പ് കാണുമ്പോ പലതും തോന്നും, പക്ഷെ ഒന്നും ചെയ്യരുത്, അതാണ് മാന്യത. ഈ ചേച്ചൊന്നും എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ അതിനെന്താണ് ഒരു വഴി? കൃഷ്ണ, ഇനി നീയുള്ള രക്ഷ. ക്ഷമിക്കണേ. എന്റെ കൃഷ്ണ, ഭഗവാനെ രക്ഷിക്കണേ. ഭക്തേ, നിന്റെ കൂടെ കിടന്നിരുന്ന വത്സൻ എവിടെ പോയി? അദ്ദേഹം അടുക്കളയിൽ ഗോപസ്ത്രീയുമായി എണ്ണ കട്ട് തിന്നുകയാണ്. നിന്റെ ഈ സാമ്രാജ്യത്തിന്റെ അവകാശി വേലക്കാരിയിൽ ജനിക്കരുത്. അയ്യോ, വേഗം ചെന്ന് നീ ഒരു കാളിയ മർദ്ദനമാണു നിന്റെ ഭർത്താവിന്റെ നെഞ്ചത്ത്. അയാൾ ഇന്ന് ഞാൻ ശരിയാക്കും. ചേച്ചി, ആളെ കൊല്ലണ്ട. അവള് വന്ന് കേറിയപ്പോഴെനിക്ക് സംശയം. എന്നെ പിടിച്ചേനെ.
ദൈവമേ കൃഷ്ണ കാത്തു. ഭഗവാനെ, ഞാൻ എന്തായി കാണുന്നത്? നിങ്ങൾ ഇത്ര കണ്ണാണെന്ന് ഞാൻ അറിഞ്ഞില്ല മനുഷ്യ. എടി ഞാൻ വെള്ളം കുടിക്കാൻ വന്നാന്ന് പറഞ്ഞില്ലേ? ഒരു താഴെ കിടന്നല്ലേ വെള്ളം കുടിക്കുന്നത്? നേരെ വെള്ളത്തോട്ട് ഇവിടുന്ന് സ്ഥലമുണ്ടോ? ചേച്ചി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സാര എന്നെ ഞാൻ വെള്ളം കുടിക്കാൻ വന്നാന്ന് പറഞ്ഞില്ലേ? നീ എന്നെ തെറ്റിയിരിക്കുവാണോ? എനിക്കെല്ലാം മനസ്സിലായി. സാക്ഷാൽ കൃഷ്ണഭഗവാനെ പ്രത്യക്ഷപ്പെട്ട് എന്നോട് എല്ലാം പറഞ്ഞത്. നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിക്കുക. ഇനി കളി എന്റെ കയ്യില. എന്റെ കൃഷ്ണ മഹാവിഷ്ണു ആയിരുന്നോ? ഭഗവാനെ, വൈകുണ്ഠനാഥ. കരുണൻ വധക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി ഉണ്ണിക്കുട്ടൻ. കേന്ദ്രമന്ത്രി വിശ്വനാഥാണ് യഥാർത്ഥ പ്രതി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ണിക്കുട്ടൻ മാധ്യമങ്ങൾക്ക് കൈമാറും. ഈ ദൃശ്യങ്ങൾ ഡിവൈഎസ്പി ബാബുരാജിന് കൈമാറിയ രാധിക എന്ന പാവം ഫോട്ടോഗ്രാഫറെ ഇല്ലാത്ത മയക്കുമരുന്ന് കേസിൽ കുടുക്കി അതിക്രൂരമാവിധം ജയിലടച്ചിരിക്കുകയാണ്. ഭയങ്കര പോറാണത്. കരുണൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ കഴിയുന്ന നിരപരാധിയായ സൈമണെ വെറുതെ വിടാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ഉണ്ണിക്കുട്ടൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഏതവൻ? നമുക്ക് നേരിടാൻ പറ്റാത്തത്രയും ശത്രുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ തച്ചോളിയുടെ വല്ല വേണ്ടത് പയ്യോളിയുടെ വാ. പെട്ടെന്ന് നമ്മളൊരു PT ഉഷയായി മാറും. ഓടണം. എന്താണ് നിന്ന് കളഞ്ഞത്? ധൈര്യം അകത്തേക്ക് പോടാ. എന്നെ ഒരുത്തരും തൊടാൻ പോലും പറ്റില്ല. എനിക്കിവിടെ ഫുൾ സെക്യൂരിറ്റിയാ. എന്റെ വീടിന്റെ മുന്നേ ഇറങ്ങി പോടാ. സാറ് ജീവമണി അകത്തിരിക്കോ? എന്തും ചെയ്യാൻ മടിയില്ലാത്ത രാഷ്ട്രീയക്കാരാ. പോലീസുകാരങ്ങനെ പേടിപ്പിക്കാൻ നോക്കല്ലേ. അവന്റെ ഒരു രാഷ്ട്രീയക്കാര്. എന്താടാ പുറത്തൊരു ബഹളം? ഒന്നും പറയണ്ട സാറേ. ഇവിടെ ഉള്ളതിനേക്കാളും ക്രിമിനൽസ് കൂടുതൽ പുറത്താ. എന്റെ പരോട് തീർന്ന അവരുടെ ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ തല്ലിക്കൊന്ന് അവര് ഇതിനകത്തേക്ക് വരേണ്ടി വന്നേനെ. ഓ, നീ ഇപ്പൊ വലിയ സ്റ്റാറായല്ലോടാ. മന്ത്രി വിശ്വൻ രാജിവെച്ച് ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും. റിമാൻഡ് ചെയ്താൽ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ക്ലാസ് തടമുറിയിലും ആളായി. എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭംഗിയായി. ഇനി അവരൊക്കെ ഇതിനകത്തേക്ക് വന്നിട്ടാണ് എനിക്ക് രാധയ്ക്കും പുറത്തുപോയി സമാധാനമായിട്ട് ജീവിക്കാൻ. പൊളിച്ചല്ല പിന്നെ എന്നോട് ഞാൻ പൊളിക്കും. സന്തോഷായില്ലേ? ഇനി കേസിന്റെ വിധി വരണം. അത് കഴിഞ്ഞാ റിലീസാ. എന്തത്? പുറത്തു വെച്ച് കാണുമ്പോ ഒരു ചായ ഉണ്ടപ്പിനും വാങ്ങിച്ചു തന്നാ മതി. ഇവരെ യൂട്യൂബ് ബ്ലോക്കിലേക്ക് കൊണ്ടുപോകും. ദേവസഭാതലം നാഗമയോഗമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ഇവൻ അസല് പണിയാന്ന്. ഇവനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ അടുത്ത മുഖ്യമന്ത്രിയാ ഉറപ്പാ. ഏതായാലും ശിക്ഷ അനുഭവിച്ചു തീർന്നെങ്കിലും കുട്ടി നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞല്ലോ. അത്രയും ഭാഗ്യം. എല്ലാരും അകത്തായ സ്ഥിതിക്ക് ഇനി ശത്രുക്കളുടെ ശല്യം ഉണ്ടാവില്ല. ആ ഡിവൈഎസ്പി സസ്പെൻഷനിലായി. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ രാധയ്ക്ക് പുറത്തിറങ്ങാം.
പിന്നെ കല്യാണത്തിനുള്ള താലിമാല ഞങ്ങൾ സ്റ്റാഫിന്റെ വർക്ക് ഗിഫ്റ്റ് ആണ് കേട്ടോ. അറിഞ്ഞില്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാർ സ്ഥലമാറ്റമായി. പുതിയതായി വരുന്നത് അകത്ത് കിടക്കുന്ന മന്ത്രിയുടെ ആളാ. എല്ലാ വിഷയത്തിലും ഒരു കുഴപ്പം പിടിച്ച സാധനാണെന്നാ കേട്ടെ. നീർക്കോലെന്ന ഇരട്ടപ്പേര്. ഒരു ഓഫീസറെ കണ്ട എഴുന്നേക്കണം അറിഞ്ഞൂടാ. കേക്ക് രവി അല്ല കൊക്കി രവി. അത് എന്നെ എഴുതണേ. എന്ത് ചെയ്യടാ എല്ലാം കൂടി? സാറ് തിന്നാനും കുടിക്കാനുള്ള പാത്രങ്ങളല്ലാതെ ഒരു സാധനം ഇതിനകത്ത് കണ്ടുവരുത്. എടുത്തെറിയണതെല്ലാം പുറത്തേക്ക്. പഴയ പോലെ ചിരിയും കളിയൊന്നും ഇനി ഇതിനകത്ത് നടക്കില്ല. യഥാർത്ഥ ജയിൽ എന്താണെന്ന് നിന്നെയൊക്കെ വേണ്ടി പഠിപ്പിച്ചു തരാടാ. എന്താടാ അത്? ഇങ്ങെടുത്തിട്ട് വാടാ. എന്റെ കല്യാണക്കുറികളാ, ഒരാഴ്ച ഞാൻ റിലീസാ. ഓ, നീയാണല്ലേ ഉണ്ണിക്കുട്ടൻ. ഇതൊന്നും ഇവിടെ സൂക്ഷിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞുകൂടാ നിനക്ക്. അവന്റെ ഒരു കല്യാണക്കുറി. നിന്റെ കേസ് എന്താടാ? നിനക്കെന്താ നാവില്ലേ? ഒരു ട്രാഫിക് എസ് ഐ തല്ലിക്കൊല്ലാൻ നോക്കിയ കേസാ സാർ. അതാ നീ മിണ്ടാത്തെ അല്ലേ? പോലീസുകാരെ നീ അടങ്ങി ഒതുങ്ങി എല്ലാം ഇവിടെ കഴിഞ്ഞോണം. തണ്ട് കാണിക്കാൻ നിന്നാ എല്ലാത്തിനെയും ചവിട്ടി എല്ലോടിക്കും ഞാൻ. മനസ്സിലായടാ? ഈ 2 കൊല്ലം മുമ്പുള്ള കേസിന് ഇപ്പൊ എന്തിനാ തല്ലിയത്? നീർക്കോല് പണി തുടങ്ങി മോനെ. ഇനി എല്ലാരും അത്താഴം മുടങ്ങും. സൂക്ഷിച്ചോളി.